നീ ആണ്ട് ആ വീട്ടിൽ നെല്ലിക്ക അരിനെല്ലിക്ക നീ ഒന്ന് വാങ്ങിച്ചു തരുമോ എന്ന് ചോദിക്കും. അപ്പം ഞാൻ ആ വീട്ടിൽ പോയി നമ്മുടെ നിഷ്കളങ്കരയ്ക്ക് നിനക്ക് വേണോ? ആ ശരി. ഉടനെ ഉർവശി ശരി നീ പോയി വാങ്ങിയിട്ട് ഞങ്ങളിവിടെ നിൽക്കാം. അപ്പോൾ അവിടെ ചെന്ന് എല്ലാം പരിചയമുള്ള വീടല്ലേ ഒന്ന് കഥ. അപ്പം അന്ന് ഇതുപോലെ രാവിലെ ഒന്നും ആരും ഓഫീസിലൊന്നും പോത്തില്ലല്ലോ. അപ്പോൾ അവിടുത്തെ ആരെങ്കിലും പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്ന മാമന്മാർ എന്ത് ഞങ്ങൾ അപ്പുറത്ത് വീട്ടിലെയാണ് ഈ 2 അരിനെല്ലിക്ക തരൂ. അപ്പോൾ രാവിലെ ഇവിടെ ജോലിക്കൊക്കെ ആളുണ്ട് പിള്ളേരെ ഇവിടെ പറിക്കാനൊന്നും ആളില്ല. പോയിട്ട് വൈകിട്ട് വന്നു. അല്ല ഞാൻ പറിച്ചോളാം. ശരി കയറി അത് ആ സൈഡിൽ കൂടെ പോയിട്ട് അവിടെ കയറി പറിച്ചു. അപ്പം നമ്മൾ ഈ ചിലപ്പോൾ ഒന്ന് ആഞ്ഞൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ ഈ വെള്ള ഷർട്ടല്ലേ ഇവിടെ കറിയാം. നമുക്ക് കറിയൊന്നും പ്രശ്നമല്ലല്ലോ, നമ്മൾ അടി കൊണ്ട് നമ്മൾ ശീലിച്ചാണല്ലോ. നേരെ അവിടെ നിന്ന് കുറേ പറിച്ചെടുത്ത് നമ്മൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് 2 പെൺപിള്ളേരും കൂടെ പറയണം എൻ്റെ അടുത്തെ. അപ്പോൾ അവനെ കലമോള് പാവമായിട്ട് അപ്പോൾ സാധുവാണ്. അപ്പോൾ ഒരു 10 എണ്ണം കിട്ടിയാൽ ഉർവശി ചെയ്യുന്നുണ്ട്. എത്ര എണ്ണം കിട്ടിയത് നിനക്ക്? 10 എണ്ണം. 4 എനിക്കും 4 കൽച്ചേച്ചിക്കും 2 നിനക്കും. എങ്ങനെയുണ്ട്? കഷ്ടപ്പെട്ടതാര്? പറിച്ചതാര്? ഞാൻ പറഞ്ഞ അത് നിന്റെ കൈ വെച്ചോ. എണ്ണും നിനക്ക് 2 ബാക്കി 6 എനിക്ക്. ജനവിഭാഗങ്ങൾക്കും വേണ്ടേ? നമുക്കല്ലേ കൂടുതൽ വേണ്ടല്ലേ. അത് കഴിഞ്ഞാൽ അവള് വിട്ടുതരും. അത് കഴിഞ്ഞ് നമ്മുടെ ക്ലാസ്സിൽ ചെല്ലുമ്പോഴാണ് ടീച്ചർ നമ്മുടെ നെഞ്ചത്ത് ദേഹത്ത് മൊത്തം കറയല്ലേ നമ്മുടെ നെഞ്ചത്ത്. അവർ നമ്മളെ പുറത്തു നിർത്തി. വഞ്ചൂർ സ്കൂളിലും ഞാൻ പുറത്തു നിന്നാണ് പഠിച്ചത്. ഈ വടക്കേ കൊട്ടാരത്തിലും ഞാൻ പുറത്തു നിന്നാണ് പഠിച്ചത്. ടീച്ചേഴ്സിനെല്ലാം കേൾക്കാം. ഞങ്ങളുടെ നവംബറിൽ ഞങ്ങളുടെ ഫംഗ്ഷനുമാണ്. എന്നെ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ. ഒരു വീട്ടിൽ നിന്ന് 3 പിള്ളേർ വരുന്നുണ്ടല്ലോ. താൻ മാത്രം എന്തോടോ ഇങ്ങനെ? എനിക്കറിയാം ഈ 2 പെൺപിള്ളേർക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നതും മറ്റൊരു വീട്ടിൽ പോയി തെണ്ടുന്നതും മരത്തിൽ കയറുന്നതും പറിച്ചുകൊണ്ട് വരുന്നതും പറിക്കുന്നതും ഇതൊക്കെ ഇവരറിയുന്നുണ്ടോ? അറിയുന്നോ? അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിൽ അന്നേ നമ്മുടെ ഒരു അവഗണന. അപ്പൊ ഞാൻ എപ്പോഴും പറയും, രണ്ടാമതായിട്ട് ഒരിക്കലും ജനിക്കല്ലടാ ഒരു വീട്ടിൽ. മൂത്ത കുട്ടികളോട് ആദ്യത്തെ കുഞ്ഞെന്നൊരു അനുകമ്പയുണ്ട്. മറ്റേത് മൂന്നാമത്തെ അത് എപ്പോഴും ഉള്ളതാണ്. ആദ്യത്തെ കൺമണി എന്ന് പറയുന്നത് അതിനോടുള്ള ഇഷ്ടം ഉണ്ട് അവർക്ക്. കാരണം രണ്ടാമത്തെ കൺമണി എവിടെയും പറയാറില്ലല്ലോ. ഇല്ലല്ലോ, അതാ ഞാൻ പറഞ്ഞത്. രണ്ടാമതുകൾ ഒന്നുകിൽ 1 മൂത്തതുകൾ. 5 മക്കളുണ്ടോ? 3 മൂത്തതുകൾ, ഏറ്റവും അവസാനത്തെ ഇതുകൾ 2. ഇടപ്പെട്ടതായിട്ട് നമ്മൾ ജനിക്കരുത്. അത് കഴിഞ്ഞ് ഉർവശി എന്ന് പറഞ്ഞാൽ